മണിപ്പൂരിലെ വിഷയമാണ്. മണിപ്പൂർ വീണ്ടും കത്തുന്നു. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണിപ്പൂരിൽ ഇപ്പം വീണ്ടും തുടർച്ചയായിട്ട് ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ മൂന്ന് സ്ത്രീകളെയും കുട്ടികളെയും കാണാനില്ലെന്ന് പറഞ്ഞിരുന്നു. അത് മാത്രമല്ല 8 പേരാണ് കാണാതായത്. പിന്നെ 2 പേരുടെ ബോഡി ആയുധധാരികളായിട്ടുള്ള ആൾക്കാർ വന്ന് തട്ടിക്കൊണ്ട് പോയെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. 2 പേരുടെ ബോഡി കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. അതുപോലെ 6 പേരെ കാണാനില്ലെന്ന് പറഞ്ഞ് അവർ പ്രതിഷേധം നടത്തുകയായിരുന്നു ഇന്നലത്തെ ന്യൂസ്. അപ്പം ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് തട്ടിക്കൊണ്ടുപോയ 6 പേരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. കലാപം, ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണം, മണിപ്പൂർ വീണ്ടും കത്തുന്നു. തട്ടിക്കൊണ്ടുപോയ 6 പേരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. പ്രതിഷേധം പടരുന്നു. മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ വീടുകൾക്ക് നേരെ ആക്രമണം. 5 ജില്ലകളിൽ കർഫ്യൂ ആയിരിക്കുകയാണ്. ജിരിബാമിൽ കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 6 പേരും കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് മണിപ്പൂരിൽ വീണ്ടും സ്ഥിതി സ്ഫോടനാത്മകമായി മാറി. 8 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെയുള്ളവരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച ജനക്കൂട്ടം മുഖ്യമന്ത്രി ബീരൻ സിംഗിൻ്റെയും മറ്റു മന്ത്രിമാരുടെയും MLA-മാരുടെ വീടുകൾ ആക്രമിച്ചു. 8 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 6 പേരിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പം ജനക്കൂട്ടം മന്ത്രിമാർക്കെതിരെയും മന്ത്രിയുടെയും MLA-മാരുടെ ഒക്കെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും MLA-മാരുടെ ഒക്കെ വീടുകൾ തോറും ആക്രമണം പ്രതിഷേധിക്കുകയാണ്. അത് 8 മാസം പ്രായമുള്ള കുഞ്ഞാണെന്ന് ഓർക്കണം. ജിരിബാമിൽ ക്രിസ്തീയ ദേവാലയങ്ങൾക്കെതിരെയും വ്യാപക ആക്രമണമുണ്ടായി. അതുമാത്രമല്ല 6 പേര് കൂടാതെ തന്നെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കെതിരെയും ആക്രമണം നടന്നു. 5 പള്ളികൾക്കും 6 വീടുകൾക്കും തീയിട്ടു. 5 പള്ളികൾക്കാണ്, അത് നമ്മൾ ഓർക്കണം, ആരാധനാലയമാണെന്ന് ഓർക്കണം. അപ്പൊ 5 പള്ളികൾക്കും 6 വീടുകൾക്കും തീയിട്ടു. ഇതൊക്കെ ഈ ഇങ്ങനെ ഒരു സംഭവം ഈ 5 പള്ളികൾക്കും 6 പള്ളികൾക്കെതിരെയൊക്കെ ഇതിടുമ്പോ അവരുടെ ആ മതപരമായത് അത് പള്ളികൾക്കൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ 5 വീടുകൾക്കും തീയിട്ടിട്ടുണ്ട്. പിന്നെ കുക്കി അവാന്തര വിഭാഗമായ മാർഗോത്രങ്ങളുടെ പള്ളികളാണിവ. ICI ചർച്ച്, സാൽവേഷൻ ആർമി പള്ളി, EFCA പള്ളി തുടങ്ങിയവ ആക്രമിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നുണ്ട്. കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിൽ നടന്ന ആക്രമണത്തിൽ മെയ്തേയ് സായുധ സംഘങ്ങളാണ് നേതൃത്വം നൽകിയത്. കലാപം അടിച്ചമർത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ സേനയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പോഴും അവിടെ ആക്രമണം നടക്കുകയാണ്. വീണ്ടും നമ്മൾ ഒരിടയ്ക്ക് തുടങ്ങിയപ്പോൾ തന്നെ മണിപ്പൂരിലെ പള്ളികൾക്ക് നേരെ ആക്രമണം ഉള്ളത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും പള്ളികൾക്കെതിരെയും അവിടുത്തെ ജനങ്ങൾക്കെതിരെയും വീണ്ടും ആക്രമണം നടത്തുകയാണ്. അപ്പോൾ ഇതിനെതിരെ എത്രയും പെട്ടെന്ന് ഒരു എന്നിട്ടും ഇന്നലെ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രി ഇതിന് പ്രതികരിക്കുന്നില്ല. എത്ര പേരുടെ ജീവൻ എങ്ങനെ പോലും. മണിപ്പൂരിലെ സമാധാനം വീണ്ടെടുക്കാൻ സുരക്ഷാ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തര മന്ത്രാലയം ഡൽഹിയിൽ അറിയിക്കുകയുണ്ടായി. പ്രധാന കേസുകൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറുകയും ചെയ്തു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കേസുകളെല്ലാം ദേശീയ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട്. കിംവദന്തികൾ വിശ്വസിക്കാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സഹകരിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. ഇതിനിടെ സായുധ സേനയ്ക്കുള്ള പ്രത്യേക അധികാര നിയമം പിൻവലിക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം 6 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ പ്രാബല്യത്തിലാക്കിയ നിയമം പിൻവലിക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് സംസ്ഥാന ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര മന്ത്രി സെക്രട്ടറിക്ക് കത്തയച്ചു. അപ്പം അവിടെ എത്രയും പെട്ടെന്ന് ഈ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഒരു സമാധാനം സ്ഥാപിക്കാനാണ് സർക്കാർ എത്രയും പെട്ടെന്ന് തീരുമാനം കൈക്കൊള്ളേണ്ടത്. അല്ലെങ്കിൽ ഇനിയും അതുപോലെ തന്നെ അവിടെ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളപ്പോ ഇന്റർനെറ്റും കൂടെ ഇല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങൾ പോലും അറിയത്തില്ല. നേരത്തെ മണിപ്പൂരിൽ വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോ 1 മാസം 2 മാസം ഇതൊന്നും കഴിഞ്ഞാണ് പുറം ലോകം കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ആ സ്ത്രീകളെ നഗ്നയാക്കി നടത്തിയതൊക്കെ. അതുപോലെ ക്രൂരായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പം അത് കുറച്ച് മാത്രമാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഇന്റർനെറ്റും കൂടെ ഇല്ലെങ്കിൽ അവിടെ ഒരു കാര്യവും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഇതിന് എത്രയും പെട്ടെന്ന് സർക്കാർ ഒരു നടപടി എടുക്കണം. കേന്ദ്ര സർക്കാർ. അതെ, പ്രധാനമന്ത്രി ഇത് ഇനിയും കണ്ടില്ലെന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് പേർ മനുഷ്യജീവനും അതുപോലെ പള്ളികളും വീടുകളും എല്ലാം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ജനങ്ങൾ അനുഭവിച്ചിട്ട് എന്തുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രി ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു അതിനായിട്ടൊരു പ്രതികരണം നടത്തുന്നില്ല. ഇപ്പം അത് പള്ളികൾ കത്തിക്കുമ്പോൾ അവരുടെ മതത്തെയും കൂടിയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. മതപരമായിട്ടും നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം എല്ലാ മതങ്ങളും ഒത്തുചേർന്നൊരു രാജ്യമാണ്. അപ്പം ആ രാജ്യത്ത് തന്നെ ഇത്രയും വലിയൊരു പള്ളികൾക്ക് നേരെയും ആരാധനാലയങ്ങൾക്കെതിരെയും ആക്രമണം നടക്കുന്നതെന്ന് പറയുന്നത് വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ പോകും. അപ്പം മണിപ്പൂരിൽ തുടങ്ങിയാലും അത് വലിയൊരു യുദ്ധത്തിലേക്കായിരിക്കും പോകുന്നത്. നമ്മുടെ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എല്ലാ മതങ്ങളെയും എല്ലാ ആളുകളും എല്ലാരും ബഹുമാനിക്കുന്നുണ്ട്. ആചാരങ്ങളായിക്കോട്ടെ, അവരും അതിലേക്ക് ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മുടെ ഇന്ത്യനെ കുറിച്ച്
ഇപ്പൊ പുറത്തുള്ള ആൾക്കാർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യനെ കുറിച്ച്. വൈവിധ്യങ്ങളുടെ രാജ്യം, നിരവധി സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, മതങ്ങൾ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പം ആ ഒരു രാജ്യത്ത് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ വളരെ നമുക്ക് സങ്കടം ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ വളരെ മോശകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെ എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ നടപടി എടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.